അടുത്ത് മേനകുളത്ത് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മേനകുളത്ത് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70 ഫീറ്റ് ബീച്ചിനടുത്താണ്, ഔട്ട് സൈഡാണുള്ളത്. ഈ ഔട്ട് സൈഡിൽ ഒരു 4 കൊല്ലം 5 കൊല്ലമായിട്ടുള്ളൂ. കസ്റ്റമർ ഇവിടെ ഇല്ല, അബ്രോഡിലാണ്. അപ്പോൾ ഇവിടെ സർവൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവരത്ര മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല തോന്നുന്നു. നമ്മൾ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് റെയിൽമ പിടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് താഴേക്ക് പോവുകയാണ്, അടി അങ്ങോട്ട് വിട്ടിട്ട്. അത്രയും സുരക്ഷിതമല്ലാത്ത രീതിയിലായിരുന്നു ആ സാധനം ഇരുന്നിരുന്നത്. ഞാൻ കസ്റ്റമറൊക്കെ അറിഞ്ഞു കാര്യം മനസ്സിലാക്കി ഇതിങ്ങനെയാണ്. ഇത് ഔട്ട് സൈഡിൽ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ ഭാഗമാണ്, ഉപ്പ് കാറ്റടിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അതായത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആരെങ്കിലും പറയും വില കുറവാണ്, കുറച്ച് ബഡ്ജറ്റിൽ ചെയ്യാം എന്നുള്ളൊരു ബഡ്ജറ്റ് വൈസ് നോക്കിയിട്ട് നമുക്ക് ലോങ് ലാസ്റ്റിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ GA പോലത്തെ മെറ്റീരിയൽസ് കടൽ ഭാഗങ്ങളിൽ, GA അല്ല വരുന്നത്, GP ആണ് വരുന്നത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ കടൽ ഭാഗങ്ങൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. കടൽ ഭാഗങ്ങളിലുള്ള ഏരിയകൾ കണ്ടമാനുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കുറഞ്ഞ ഗ്രേഡും കൊടുക്കില്ല. ഈ 304 മാത്രമേ കൊടുക്കുള്ളൂ. അത് 304ൻ്റെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു ഇതുള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ പ്രിഫർ ചെയ്യില്ല. അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കടൽ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ മാക്സിമം 316 ആണ് ഉപയോഗിക്കേണ്ടത്. 316 കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. എന്നാൽ തന്നെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ 304 ഉപയോഗിക്കണം.